പാപികളെ കണ്ടേശായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് സ്നാപക യോഹന്നാൻ ഏത് ദൈവത്തെ നോക്കി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുവോ ആ ദൈവം നമുക്ക് സന്നിഹിതനാണ്. ഈ രാവിൽ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഹൃദയവികാര വിചാരങ്ങളെ ബലിപീഠത്തിൽ സന്നിഹിതനായിരിക്കുന്ന പൊന്നുതമ്പുരാന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് അവനെ ആരാധിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന, ആരാധന ആരാധന നാഥ ആരാധന. ഈ തിരുവോസ്തി കാണുന്നു ഞാൻ ഈശോയെ നിന്റെ രൂപം. ഈ തിരുവോസ്തി കാണുന്നു ഞാൻ ഈശോയെ നിന്റെ രൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. വിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന, ആരാധന ആരാധന നാഥ ആരാധന. ആരാധന 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 ശ്രീ ആരാധന 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 ശ്രീ ആരാധന ശ്രീ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത ആ സ്വർഗീയ കുഞ്ഞാട് ഇതാ നമ്മുടെ നഗ്ന നയനങ്ങൾക്ക് മുൻപിലായിരിക്കുന്നു. ആരുടെ ശരീരം ഒരു ഉഴവ് ചാല് പോലെ കീറപ്പെട്ടുവോ, ആരുടെ മുഖത്ത് തുപ്പലേറ്റുവോ, ആ പൊന്നു തമ്പുരാൻ ഇതാ ഒരു തൂവെള്ള ഓസ്തിയായി നമ്മുടെ കൺമുന്നിലായിരിക്കുന്നു. ഈ തിരുവുള്ള ഓസ്തിയിലായിരുന്നു കൊണ്ട് ഈശോ താൻ സഹിച്ച പാടുപീഡകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കുർബാനയായി തീരുവാൻ അവൻ കടന്നുപോയ യാതനകൾ ഈ ഓസ്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ പീഡാനുഭവത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ആ പൊന്നുനാഥന്റെ വേദനകളെ, ഈശോ നമുക്ക് വേണ്ടി സഹിച്ച പാടുപീഡകളെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. എനിക്കും നിങ്ങൾക്കും വേണ്ടി മുറിയപ്പെട്ട ഒരു പൊന്നു തമ്പുരാൻ, ആ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അവസാനത്തുള്ളി രക്തവും നമുക്കായി ഒഴുക്കിയ ഈശോനാഥൻ അവൻ ഈ പാടുപീഡകൾ ഏറ്റുതുക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ആ വിചാരത്തോടു കൂടി നമുക്ക് പ്രിയപ്പെട്ടതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി അവനെ സ്വീകരിക്കുവാനായി, അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയെ, ഈ നോമ്പുകാലത്തിൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അപ്പാ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിന്നോടൊപ്പമായിരിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ. ഞങ്ങൾക്കതിനുള്ള കൃപയും അഭിഷേകവും നീ നൽകണമേ. ഈശോയെ, നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ തമ്പുരാനെ നിന്നെയും സ്നേഹിക്കുവാൻ, കർത്താവെ ഒരു കുർബാനയായി തീരുവാൻ ഞങ്ങളെയും അങ്ങ് ഒരുക്കണമേ. സ്നേഹസ്വരൂപനായ ഈശോയെ, നാഥ, നീ ഞങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ മനസ്സുകളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ഇറങ്ങി വരയണമേ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താവാ, ഇല്ല വേറൊരാളെന്നെ ഒന്നു താവാ. ക്രൂശിൻ നിഴലിൽ മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. സഹനങ്ങളുടെ കാലഘട്ടം ഈശോയെ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, നിന്നെ കൂടുതൽ കൂടുതൽ അടുത്തറിയുവാനുള്ള അവസരമാക്കി മാറ്റുവാൻ ഈ ഓരോ നോമ്പ് കാലവും നീ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ, നീ അനുഭവിച്ച പീഡകൾ, ഈശോ നീ അനുഭവിച്ച നൊമ്പരങ്ങൾ, ഈശോ നീ അനുഭവിച്ച സങ്കടങ്ങൾ, നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും
നിന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും നീ അവരോട് കാണിച്ച സ്നേഹം, നീ അവരോട് കാണിച്ച അനുകമ്പ കൂടുതൽ മനസ്സിലാക്കുവാൻ, അവരെയൊക്കെയും ചേർത്ത് നിർത്തിയ സ്നേഹം ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ ഈ നോമ്പുകാലത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. സിയോൻ വഴിയിൽ സ്നേഹം തിരഞ്ഞ് ഒരുപാട് നീറി ഞാൻ, ഭാരം ചുമന്നും രോഗം സഹിച്ചും മിഴിനീര് തൂകി ഞാൻ, മുള്ളിൽ കൊടുങ്ങി തേങ്ങിക്കരയും ഒരു പാമാണേ ഞാൻ. എന്നെ തേടി തിരക്കി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ വീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ഈശോയെ, ജീവിതത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകാറുണ്ടപ്പാ. അവിടെയൊക്കെയും നീ മാത്രമേ ഞങ്ങൾക്ക് തുണയായിട്ടുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു ഈശോയെ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കൈവിടാത്തൊരു സ്നേഹം അപ്പാ, അത് നീ മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു തമ്പുരാനെ. ഈശോയെ, വേദനയുടെ നിമിഷങ്ങളിൽ, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ, ഞങ്ങളെ ആരും മനസ്സിലാക്കാത്ത നിമിഷങ്ങളിൽ അപ്പാ, ആ ക്രൂശിലേക്ക് ഞങ്ങളിതാ നോക്കുന്നു തമ്പുരാനെ. ഈശോ, എല്ലാവരാലും ഒറ്റപ്പെട്ട് നിന്ദിക്കപ്പെട്ട് നീ കഴിഞ്ഞ ആ കുരിശിലേക്ക് ഞങ്ങളിതാ നോക്കുന്നു അപ്പാ. ആ കുരിശ് ഞങ്ങൾക്ക് ബലമായി തീരണമേ. വേദനയുടെ നിമിഷങ്ങളിൽ, സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ നിന്റെ കുരിശ് ഞങ്ങൾക്ക് ബലമായി തീരണമേ നാഥാ. ഈശോയെ, കർത്താവേ, അനുനിമിഷം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന കുരിശുകളെ നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു അപ്പാ. ഈശോയെ, നീ പിതാവ് നൽകിയ പാനപാത്രം സ്വീകരിച്ചതുപോലെ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെ, നൊമ്പരങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളെ നീ ഒരുക്കണമേ അപ്പാ. ഈശോയെ, പലപ്പോഴും ഞങ്ങൾ പതറിപ്പോകാറുണ്ട് തമ്പുരാനെ. കർത്താവേ, ദുഃഖിയും സഹിക്കുവാനുള്ളൊരു വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഈ നോമ്പുകാലത്ത് നീ നൽകണമേ അപ്പാ. ഈശോയെ, നിന്നോടൊപ്പം ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ നിൻ്റേതാക്കി നീ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ഈശോയെ, കർത്താവേ, നിന്റെ കുരിശിൻ്റെ വലിയൊരു അഭിഷേകം ഈ നോമ്പുകാലത്ത് ഞങ്ങൾ ഓരോ മക്കളിലും നിറയ്ക്കണമേ നാഥാ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറയ്ക്കണമേ ഈശോയെ. ന്യായം ശ്രവിക്കാൻ ആളില്ലാതായി ഞാൻ എൻ്റെ നാവടക്കി, നീതി ലഭിക്കും വേദിയില്ലാതെ വിധിയേറ്റു വാങ്ങി ഞാൻ, പിഴ നിരത്തി തോളിൽ ചുമത്താൻ പ്രിയ സ്നേഹിതരും ചേർന്നു, എന്നെ കുരുക്കാ തീർത്ത കെണികൾ പ്രിയനേശു ഭേദിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നേ ഒന്നു താങ്ങുവാൻ നാഥാ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം
എഴുന്നള്ളിയിരിക്കുന്ന ഈ അവസരം, ഇതിനെ ഓർത്ത് നാഥ, ആദ്യമായി ഞങ്ങൾ നിന്റെ മുന്നിൽ അണഞ്ഞിരിക്കുമ്പോൾ നന്ദിയോടെ സ്തുതിക്കുന്നു ഈശോയെ. നാഥ, ഈ വലിയ നോമ്പ് കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നിന്റെ പീഡാസഹനങ്ങളും കുരിശുമരണവും ഉദ്ധാനമൊക്കെയും നാഥ മുൻകൂട്ടി വിശുദ്ധ ബൈബിളിൽ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ നാഥ എല്ലാ കാര്യങ്ങളും നീ മുൻകൂട്ടി അറിയുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതം എന്താണെന്നും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നു കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെയും ഈശോയെ നീ അറിയുന്നു. ദിവ്യകാരുണ്യനാഥ, നീ അജ്ഞാതനല്ല, നീ അറിവുള്ളവനും സർവസമ്പന്നനും ഈശോയെ എല്ലാം അറിയുന്ന ഞങ്ങളുടെ നാഥനുമാകുന്നുവല്ലോ ഈശോയെ. നാഥ, നിന്റെ മുന്നിൽ നിന്റെ സന്നിധിയിൽ പാപികളായ ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഈശോയെ, നിന്റെ മുന്നിൽ നിന്നെ മാത്രം ധ്യാനിച്ച് നിന്നെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നിന്റെ മുന്നിലായിരിക്കുമ്പോൾ ദിവ്യനാഥ, ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ ജീവിതത്തെ ഏറ്റവും താഴ്മയോടെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ. നിന്റെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കുന്ന നാഥ, കാരണം ഞങ്ങൾ പാപികളാണ്, തെറ്റുകുറ്റങ്ങളും കുറവുകളുമുള്ള മനുഷ്യരാണ് നാഥ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. താഴ്മയായി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു നാഥ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരയണമേ നാഥ. ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ അങ്ങ് അറിയുന്നു. ദിവ്യ ഈശോയെ, ഞങ്ങളെ ഏറ്റവും നന്നായി നീ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും, ഞങ്ങൾക്ക് നീ നൽകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെയും, അതിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ മാർഗങ്ങളെയും നീ അറിയുന്ന നാഥ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഈശോയെ, നോമ്പിൻ്റെ വിശുദ്ധിയിലും ചൈതന്യത്തിലും ഏറെ കൃത്യതയോടെ ആചരിക്കുവാൻ നിന്റെ മുന്നിലായിരിക്കുന്ന ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന നിയോഗമാണ് നാഥ. ഞങ്ങളുടെ ജീവിതത്തെ നീ വിശുദ്ധീകരിക്കണമേ ഈശോയെ. നീയാണ് ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്നത് നീയാണ് നാഥ. ഈശോയെ, തെറ്റുകുറ്റങ്ങൾ കൂടാതെ നന്മയായ മാർഗം, നന്മ തിരഞ്ഞെടുക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. പരിശുദ്ധ മാതാവ് നിന്നെ ഉദരത്തിൽ സ്വീകരിക്കുവാനായി ഗബ്രിയേൽ ദൂതൻ നൽകിയ കൽപ്പനയനുസരിച്ച് ദൈവവചനം അവളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതുപോലെ ഈശോയെ, ഈ നോമ്പുകാലത്ത് നിന്നിലേക്ക് കൂടുതൽ അടുക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, നന്മ തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം, കൃപ, നന്മ നീ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. നിന്റെ വരപ്രസാദത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന്, പാപികളായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ഈശോയെ, നിന്നോടൊപ്പമായിരിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും പാപിയായി ഞങ്ങളുടെ മേൽ നൽകണമേ എന്ന് ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രൂശിതാ നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. ക്രൂശിതാ നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. ദുരിതങ്ങളേറും വേളകളിൽ കരതാരിലഭയം തരണേ ഈശോ. നിൻ സ്നേഹം എൻ്റെ ജീവനെ കാത്തിടുന്നു. ക്രൂശിതാ നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. ഒരിക്കൽ കൂടി
നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി ഇരുകരങ്ങളും കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീ, മൃതർതൻ ഉയർപ്പും നീ തന്നെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.